നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. 2023 മാർച്ച് 19 ചെങ്കടലിലൂടെ പോവുകയായിരുന്ന ഗാലക്സി ലീഡർ എന്ന ചരക്ക് കപ്പൽ യമനിലെ ഹൂതി വിമതർ പിടിച്ചെടുക്കുന്നത്. അതോടുകൂടിയാണ് ചെങ്കടലിൽ ഹൂതി വിമതർ അവരുടെ ശക്തി കാണിക്കാൻ തുടങ്ങുന്നത്. ഇസ്രായേലുമായി ബന്ധമുള്ളതിനാലാണ് കപ്പൽ റാഞ്ചിയതെന്നും ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കും വരെ ഇസ്രായേലുകാരുടെയും അവരുമായി ബന്ധമുള്ളവരുടെയും കപ്പലുകളെ ലക്ഷ്യമിടുമെന്നും ഹൂത്തികൾ പറഞ്ഞിരുന്നു. അതിനുശേഷം ഇങ്ങോട്ട് 130-ലധികം ആക്രമണങ്ങളാണ് ചരക്ക് വ്യാപാര കപ്പലുകൾക്കെതിരെ ഹൂത്തികൾ ചെങ്കടലിൽ നടത്തിയത്. പലതും തകർക്കുന്നു, ചിലത് അപ്പാടെ മുങ്ങിപ്പോയി. ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തെ ഇത് വലിയ തോതിലാണ് ബാധിച്ചത്. മുൻ US പ്രസിഡന്റ് ജോ ബൈഡന്റെ കാലത്ത് തന്നെ ചെങ്കടലിലെ ഹൂത്തി ആക്രമണത്തെ പ്രതിരോധിക്കാൻ സൈനിക നീക്കം ആരംഭിച്ചിരുന്നു. വിവിധ രാജ്യങ്ങളുമായി ചേർന്നുള്ള സംയുക്ത ഓപ്പറേഷനുകളും നടന്നിരുന്നു. പക്ഷെ അപ്പോഴും ഹൂത്തികൾ കപ്പലുകൾക്കെതിരെ ആക്രമണവും തുടർന്നു. മാർച്ച് 16 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഹൂത്തികളെ ലക്ഷ്യമിട്ട് യമനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 50-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. ചെങ്കടലിൽ ഹൂത്തികൾ നടത്തുന്ന കപ്പലാക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ യമന് മുകളിൽ തീമഴ പെയ്യുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഹൂത്തികൾക്ക് ആവശ്യമുള്ള ആയുധങ്ങളെല്ലാം എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്നുള്ളത് കൃത്യമായി അറിയാം. ഹൂത്തികളെ മാത്രമല്ല, സഹായിക്കുന്നവരെയും പിന്തുണയ്ക്കുന്നവരെയും ശിക്ഷിക്കുമെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പും നൽകിയത്. ഇതോടെ കഴിഞ്ഞ 2 വർഷത്തോളം ചെങ്കടലിൽ നടന്നുകൊണ്ടിരിക്കുന്ന കടൽ യുദ്ധം കരയിലേക്ക് കൂടി വ്യാപിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഭയന്നിട്ട് തന്നെയാവണം ഖമേനി തന്റെ കൈ കഴുകി ഹൂത്തികളെ കൈവിട്ടിരിക്കുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ മുന്നറിയിപ്പിന് മറുപടിയുമായി ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനി രംഗത്ത് വരികയാണ്. യമനിലെ ഹൂത്തികൾ ഉൾപ്പെടെ മിഡിൽ ഈസ്റ്റിൽ ആരും ഇറാനെ പ്രതിനിധീകരിക്കുന്നില്ലെന്ന് ഖമേനി വ്യക്തമാക്കുകയാണ്. ഇവരെല്ലാം സ്വന്തം ഇഷ്ടപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. യമന് അവരുടേതായ താല്പര്യങ്ങൾ ഉണ്ടാവാം. മേഖലയിലെ മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകൾക്കും അവരുടേതായ ലക്ഷ്യങ്ങളുണ്ടാവാം. ആരുമായും തർക്കമോ പോരാട്ടമോ ഞങ്ങൾ ആരംഭിച്ചിട്ടില്ല. ആരെങ്കിലും ഞങ്ങൾക്കെതിരെ വരികയാണെങ്കിൽ അവർക്ക് കനത്ത തിരിച്ചടി നൽകുമെന്നും ഖമേനി പറഞ്ഞിരിക്കുകയാണ്. അതായത് ഖമേനി ഇപ്പോൾ ഭയപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. ഇതിനോടകം ഇസ്രായേലിന്റെ ആക്രമണ രീതി എടുത്തു നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട തന്ത്ര തലവന്മാരെ എല്ലാം തന്നെ വകവരുത്തി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഖമേനി കൂടി ശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഖമേനി ഇപ്പോൾ യുദ്ധം വീണ്ടും സംഘർഷഭരിതമാകുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ കൈ കഴുകി ഇപ്പോൾ രംഗത്ത് വരുന്നത്. ഹൂത്തികൾ നടത്തുന്ന ആക്രമണങ്ങളിൽ ഇറാനെ കുറ്റപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കഴിഞ്ഞ ദിവസമാണ് രംഗത്ത് വന്നത്. ഹൂത്തികൾക്ക് ആയുധം നൽകരുതെന്ന് ട്രംപ് വീണ്ടും ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഹൂത്തികൾക്കുള്ള ആയുധങ്ങളും പിന്തുണയും ഇറാനെ കുറച്ചിട്ടുണ്ടെന്നും തെളിവുകൾ നൽകാതെ ട്രംപ് അവകാശപ്പെട്ടു. ഹൂത്തികൾക്ക് ആയുധം നൽകുന്നത് പൂർണ്ണമായും ഇറാൻ ഉടൻ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. യമൻ ആസ്ഥാനമായ ഹൂതി വിമതരെ ഉന്മൂലനം ചെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തു വന്നത് വലിയ ചർച്ചയായിരുന്നു. ഹൂതി കേന്ദ്രങ്ങളിൽ വീണ്ടും US കനത്ത വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ട്രംപ് സ്വന്തം സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പ്രസ്താവന പങ്കുവച്ചത്. വ്യോമാക്രമണം അപരിഷ്കൃതരായ ഹൂത്തികൾക്ക് കനത്ത നാശമാണ് ഉണ്ടാക്കിയത്. ആക്രമണം ഇനിയും രൂക്ഷമാകുന്നത് കാണാം. തുല്യശക്തികൾ തമ്മിലുള്ള പോരാട്ടമല്ലിത്. ഒരിക്കലും അങ്ങനെ ആകില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. ഇതോടെയാണ് ഹൂത്തികളെ തള്ളിപ്പറഞ്ഞ് അയത്തുള്ള ഖമേനി പറഞ്ഞത്. ഒരു ദശാബ്ദത്തിന്റെ ഏറെയായി സൗദി നേതൃത്വത്തിലുള്ള സഖ്യവുമായി ഹൂത്തികൾ ഏറ്റുമുട്ടുകയാണ്. 2023 ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തിയതിന് പിന്നാലെ പലസ്തീൻ ജനതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂത്തികൾ ചെങ്കടലിലൂടെ കടന്നുപോകുന്ന പല കപ്പലുകളും ആക്രമിച്ചിരുന്നു. കൂടാതെ ഇസ്രായേലിലേക്ക് നിരന്തരമായി ഡ്രോണുകളും മിസൈലുകളും അവർ അയച്ചിരുന്നു. ഇതിന് ഇസ്രായേൽ കനത്ത തിരിച്ചടിയും നൽകിയിരുന്നു. ഹൂതി വിമതർ ചെങ്കടലിൽ കപ്പലുകൾ ആക്രമിക്കുന്നത് നിർത്തുന്നതുവരെ യമനിൽ ആക്രമണം തുടരുമെന്നാണ് അമേരിക്ക നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നത്. അക്രമം നിർത്താനും അല്ലാത്ത പക്ഷം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള നാശം ഹൂത്തികൾക്ക് മേൽ വരുത്തുമെന്നും ട്രംപും നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിങ്ങളുടെ സമയം കഴിഞ്ഞു. ഇന്നു മുതൽ നിങ്ങളുടെ ആക്രമണം നിർത്തുക. അല്ലാത്ത പക്ഷം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ നരകം നിങ്ങളുടെ മേൽ പെയ്തിറങ്ങുമെന്ന് ട്രംപ് സാമൂഹിക മാധ്യമത്തിലൂടെ താക്കീത് നൽകിയത്. എന്നാൽ ഗാസയിലേക്ക് അവശ്യ വസ്തുക്കൾ കടത്തിവിടുന്നത് തടഞ്ഞ ഇസ്രായേലിന്റെ കപ്പലുകളെ ആക്രമിക്കുമെന്നും ഹൂത്തികളും കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ഗസയിലേക്ക്
അവശ്യവസ്തുക്കൾ കടത്തിവിട്ടില്ലെങ്കിൽ സൈനിക നടപടി സ്വീകരിക്കുമെന്നും ഹൂത്തി നേതാക്കൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്രായേൽ ഹമാസ് പോരാട്ടം രൂക്ഷമാകുമ്പോഴാണ് ഗാസയ്ക്കും പാലസ്തീനുമെല്ലാം പുറമെ ചെങ്കടൽ കൂടി ലോക ശ്രദ്ധ നേടുന്നത്. യുദ്ധത്തിൽപ്പെട്ടിരിക്കുന്ന പാലസ്തീൻ ഗാസ നിവാസികൾക്ക് ഭക്ഷണവും മരുന്നും എത്തിച്ചില്ലെങ്കിൽ ഇസ്രായേലിലേക്കുള്ളതും അവിടെ നിന്ന് തിരിച്ചു പോകുന്നതുമായ എല്ലാ കപ്പലുകൾക്കുമെതിരെയും ആക്രമണം ഉണ്ടാവുമെന്ന ഹൂത്തികളുടെ മുന്നറിയിപ്പിൽ തുടങ്ങിയ ആക്രമണം അങ്ങനെ 1 വർഷം പിന്നിടുകയും ചെയ്തു. മാത്രമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര കടൽപാതയായ ചെങ്കടലിൽ ഉണ്ടായിരിക്കുന്ന വഴിമുടക്കൽ ലോകത്തെ ഒന്നാകെ വലിയ പ്രതിസന്ധിയിലേക്ക് കൂടി തള്ളിവിടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഹൂത്തികൾ ഡ്രോൺ, മിസൈൽ ആക്രമണങ്ങൾ, കപ്പൽ പിടിച്ചടക്കൽ എന്നിവ തുടങ്ങിയതോടെ ലോകത്തിലെ പല വമ്പൻ കപ്പൽ കമ്പനികളും ഇതുവഴിയുള്ള യാത്ര നിർത്തിവെച്ചു. കാരണം അവരുടെ ജീവന് തന്നെ അത് ആപത്താകുമെന്ന് കണ്ടു തന്നെയാണ്. ഇത് ചരക്ക് നീക്കത്തെ അടക്കം ബാധിക്കുകയും വിലക്കയറ്റം അടക്കമുള്ള പ്രതിസന്ധിയിലേക്കും കാര്യങ്ങളെ കൊണ്ടെത്തിക്കുകയും ചെയ്തു. ഇറാനാണ് ഹൂത്തികൾക്ക് പിന്തുണ കൊടുക്കുന്നതെന്നും കപ്പൽ പിടിച്ചെടുക്കലും ആക്രമണവും ഇറാന്റെ ഭീകരവാദ പ്രവർത്തനത്തിന് ഉദാഹരണമാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ തന്നെ ആരോപിച്ചുവെങ്കിലും കപ്പലുകൾക്കെതിരെ ഹൂത്തികളുടെ ആക്രമണം തുടരുകയായിരുന്നു. ഇന്ത്യൻ പതാകയേന്തിയ കപ്പലുകൾക്കും ചെങ്കടലിൽ വെച്ച് ആക്രമണം നേരിടേണ്ടി വന്നിരുന്നു. ഹൂത്തികൾക്കുള്ള പിന്തുണ പിൻവലിച്ചില്ലെങ്കിൽ ഇറാനും പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ് ട്രംപ് എന്തായാലും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ട്രംപിനെ കലാപകാരി എന്ന് വിശേഷിപ്പിച്ചാണ് ഈ പ്രസ്താവനയ്ക്ക് ഇറാൻ മറുപടി നൽകിയത്. ഇറാന്റെ പിന്തുണയില്ലെങ്കിൽ ഹൂത്തികൾക്ക് നിലനിൽക്കാനാവില്ലെന്നും അതുകൊണ്ട് ഹൂത്തികൾ നടത്തുന്ന എല്ലാ ആക്രമണത്തിനും ഉത്തരവാദി ഇറാൻ ആയിരിക്കുമെന്ന് US സെക്രട്ടറി മാർക്കോ റൂബിയോ കഴിഞ്ഞ ദിവസം ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറയുകയുണ്ടായി. ഇറാന്റെ പിന്തുണയില്ലെങ്കിൽ ഹൂത്തികൾക്ക് ഇത്രകാലം ഈ ആക്രമണ പരമ്പരകളെ നീട്ടിക്കൊണ്ടു പോകാനാവില്ല. അവർക്ക് പിൻവാങ്ങുന്നതാണ് നല്ലത്. അല്ലാത്ത പക്ഷം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള തിരിച്ചടികളെ നേരിടേണ്ടി വരുമെന്നും മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇറാന്റെ വിദേശ നയത്തിൽ ഇടപെടൽ US-ന് അവകാശമില്ലെന്നായിരുന്നു ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ പ്രസ്താവന. കപ്പലുകൾക്കെതിരെ ആക്രമണം തുടരുന്നത് വലിയ പ്രത്യാഘാതത്തിന് വഴിവെക്കുമെന്നും ഇപ്പോൾ തന്നെ രാജ്യങ്ങളുടെ ചരക്ക് വിതരണത്തെ ഇത് വൻതോതിൽ ബാധിച്ചിട്ടുണ്ടെന്നുമാണ് അമേരിക്ക പറയുന്നത്. അത്ര പ്രധാനപ്പെട്ടതാണ് ചെങ്കടൽ പാത. ചെങ്കടലും ഇന്ത്യൻ മഹാസമുദ്രവും തമ്മിൽ വേർതിരിക്കുന്ന യമന്റെ അധീനതയിലുള്ള ബാബർ അൽ മാൻഡബിന്റെ പരിസരമാണ് ഹൂത്തികൾ കപ്പലാക്രമണത്തിന് തിരഞ്ഞെടുക്കുന്നത്. ഇന്ത്യയുടെ മാത്രം 20% ചരക്ക് നീക്കം ഇതുവഴിയാണ് നടക്കുന്നത്. മൊത്തം ലോക വ്യാപാരത്തിന്റെ 12% ചരക്കും ചെങ്കടൽ വഴി നീങ്ങുന്നുണ്ട്. ചെങ്കടലിൽ ഹൂത്തികൾ ചരക്ക് കപ്പലുകൾക്കെതിരെ ആക്രമണം തുടങ്ങിയതോടെ ഇതിന് പിന്നിൽ ഇറാനാണെന്നാണ് നേരത്തെയും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ആരോപിച്ചിരുന്നത്. അന്നും ഇതിനെ ഇറാൻ നിഷേധിക്കുകയാണ് ചെയ്തത്. കപ്പലുകൾക്കെതിരെ ആക്രമണം കനത്തതോടെ ഇവയെ സംരക്ഷിക്കാനായി UK, കാനഡ, ഫ്രാൻസ്, ബഹ്റൈൻ, നോർവേ, സ്പെയിൻ എന്നിവരടക്കം 20ഓളം രാജ്യങ്ങളുടെ പ്രതിരോധ സഖ്യത്തെയും അമേരിക്കയുടെ നേതൃത്വത്തിൽ നിയോഗിച്ചിരുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ രാജ്യങ്ങൾ എത്തണമെന്നും അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു. യുദ്ധം 1.5 വർഷത്തോളം അടക്കുമ്പോൾ ഗാസ നാമാവശേഷമായ സ്ഥിതിയിലാണുള്ളത്. ആയിരക്കണക്കിന് ആളുകൾ ഗാസയിൽ കൊല്ലപ്പെട്ടു, പരിക്കേറ്റു. അതിലേറെ പേർ ഗാസയിൽ നിന്ന് പലായനം ചെയ്തു. യുദ്ധത്തിൽ വീടുകളും കെട്ടിടങ്ങളും താറുമാറായി. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലൊന്നായ ഗാസ താമസയോഗ്യമല്ലാതെ തകർന്നു. വെടിനിർത്തലും ബന്ദി കൈമാറ്റും ഒരു വശത്ത് തുടരുകയാണെങ്കിലും യുദ്ധം പൂർണ്ണമായും എന്ന് അവസാനിക്കുമെന്ന് ഇപ്പോഴും പറയാറായിട്ടില്ല. താൽക്കാലിക വിരാമത്തിനപ്പുറം ഇരുകൂട്ടരും യുദ്ധത്തിന്റെ പേരിൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും യുദ്ധം അവസാനിച്ചാൽ ഗാസയെ വീണ്ടെടുക്കാനുള്ള ചർച്ചകളും സജീവമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. തകർന്ന തരിപ്പണമായ ഗാസയെ ഏറ്റെടുത്ത് പുനർനിർമ്മിക്കാമെന്നാണ് ട്രംപിന്റെ വാഗ്ദാനം. അതിനായി 21 ലക്ഷം ഗാസക്കാരെ ഒഴിപ്പിക്കേണ്ടതുണ്ട്. ഏറെക്കുറെ അപ്രായോഗികമായ ട്രംപിന്റെ പ്ലാനിന്റെ കടക്കിൽ തന്നെ അറബ് രാഷ്ട്രങ്ങൾ തുടക്കത്തിൽ കത്തിവെച്ചിരുന്നു. എന്നാൽ തന്റെ പദ്ധതിയുമായി മുൻപോട്ട് പോവുകയാണ് ട്രംപ്. പക്ഷേ ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ളതാണ് ഇനിയൊരു ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുന്നത്.